ഈയിടെയായിട്ട് നമുക്ക് തമിഴ്നാട്ടിൽ നിന്ന് ഒരുപാട് വാഹനങ്ങൾ നമ്മൾക്ക് വർക്കിന് വേണ്ടി വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ വന്ന ഒരു വണ്ടിയാണ്. നമ്മൾ ഈ ഒരു വണ്ടി ഫുൾ കണ്ടീഷൻ വളരെയധികം മോശമാണ് കേട്ടോ ഈ വണ്ടിയുടെ. നമ്മൾ ഇതിൻ്റെ ഡോറ് അതെ ഫ്രണ്ട് ബമ്പർ എടുത്ത് നോക്കിക്കോ. ഇവിടെ നിന്ന് നോക്കിക്കോ, സ്ക്രൂ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടേക്കാണ്. ഡോറൊക്കെ ഡെൻ്റാണ്, ഡീപ്പ് ഡെൻ്റാണ്. ഈ ഡെൻ്റ് ഡോർ ഇവിടെ തുറന്നു നിൽക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ സെറ്റിങ്ങൊക്കെ. ബാക്കിലും വരണമെങ്കിൽ ആ രീതിയിൽ തന്നെയാണ്. റെസ്റ്റിൻ്റെ ഇഷ്യൂ മേജറായിട്ടില്ല, എന്നാൽ പോലും പ്ലാറ്റ്ഫോമിലൊക്കെ ചെറിയ രീതിയിലുള്ള റെസ്റ്റിൻ്റെ ഇഷ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാ ഏരിയയും ഷേപ്പ് ഔട്ടാണ്. ഈ ഏരിയയൊക്കെ നോക്കി ഉണ്ടോ, ഷേപ്പൊക്കെ ഔട്ടാണ്. ഡോറ് ഷേപ്പ് ഔട്ടാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഫുള്ളായിട്ട് തന്നെ വർക്കിന് വേണ്ടി വന്ന വണ്ടിയാണ്. അപ്പോൾ നമുക്ക് ഫുള്ളായിട്ട് തന്നെ തീർക്കേണ്ടതായിട്ടുണ്ട്. ഒന്നേന്ന് തുടങ്ങി ശരിയാക്കേണ്ടതായിട്ടുണ്ട്. 2 ഡോറുകൾ 4 ഡോറ് അയച്ചെടുത്ത് ആദ്യം തന്നെ ഡെൻ്റ് ഷേപ്പ് ചെയ്യണം. അതിനുശേഷം ക്വാർട്ടർ പാനൽ ക്ലിയർ ചെയ്യണം. അതിനുശേഷം നമ്മൾ ടൈപ്പ് 4ൻ്റെ പാർട്സ് സെറ്റ് ചെയ്തിട്ട് പുട്ടി വർക്ക് കാര്യങ്ങൾ ചെയ്ത് ഫെയിനി തീർത്തിടണം. ഓക്കെ, അപ്പോൾ നമ്മളുടെ വണ്ടിയുടെ ഫ്രണ്ട് സെറ്റിങ് കാര്യങ്ങളെല്ലാം ഫുള്ളായിട്ട് തന്നെ റിമൂവ് കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പ്ലാറ്റ്ഫോമൊക്കെ അഴിച്ച് നോക്കിയപ്പോൾ മേജറായിട്ടുള്ള ഇഷ്യൂസ് ഈ ഒരു വണ്ടിക്ക് കാണുന്നില്ല. പക്ഷേ ഡോറിൻ്റെ അടിവശം കാര്യങ്ങളൊക്കെ ഇതേപോലെ പുട്ടി ഇട്ടിട്ടും അതേപോലെ തന്നെ കുറച്ച് കംപ്ലൈൻറ്റുകൾ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ചെറിയ രീതിയിലുള്ള റെസ്റ്റിൻ്റെ ഇഷ്യൂ കാണുന്നുണ്ട്. അപ്പോൾ നമ്മളത് പുട്ടി ഫുള്ള് റിമൂവ് ചെയ്തതിന് ശേഷം ഒന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതേപോലെ തന്നെ ഡോറുകളും കാര്യങ്ങളൊക്കെ ഈ ഡോറിനൊക്കെ മേജറായിട്ടുള്ള ഡെൻറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ അഴിച്ചെടുത്ത് ക്ലിയർ ചെയ്യണം. അപ്പോൾ അതിൻ്റെ വർക്ക് രാജേശ്വരൻ്റെ കൂടെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അടിവശം കാര്യങ്ങളൊക്കെ നമുക്ക് റീപാസ്റ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. ഫ്രണ്ട് ഇപ്പോൾ ഫ്രെയിമും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നീറ്റാണ് കേട്ടോ, വേറെ ഇഷ്യൂസ് ഇല്ല. ഡോറിൻ്റെ വർക്ക് ചെയ്യുന്നത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഡോറിൻ്റെ അവസ്ഥ കുറച്ച് മോശമായിരുന്നു, അടിവശങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ നമ്മൾ പാച്ച് ചെയ്തതിന് ശേഷം സിലിക്കോൺ ഇട്ട് ക്ലിയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതവിടെ ഈ ഒരു ഏരിയ ഉള്ളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു, അതിനെ നമ്മൾ വലിച്ച് ക്ലിയർ ചെയ്തെടുത്തു. ഈ ഒരു ഡോറ് സെറ്റിങ് ഓക്കെ, അവിടെ ഗ്യാപ്പിൻ്റെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട്.